ആ കാര്യസ്ഥൻ ജൂതനായിരുന്നു. നിങ്ങളിത് പഠിക്കണേ. നിങ്ങൾക്കറിയുമോ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ? മമ്പൂറപ്പൂ മക്കാമിലെ മൗലദ്ദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ ഖുത്ബോലെ മമ്പൂറം തങ്ങൾ വലിയുള്ളാഹ്. മമ്പുറം തങ്ങളെന്ന് പറയുന്ന ശ്രേഷ്ഠനായ മലബാറിന്റെ രാജകുമാരനില്ലയോ? ബ്രിട്ടീഷുകാരൻ ഇന്നും അവന്റെ ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. മമ്പുറം തങ്ങളെന്ന് പറയുന്നൊരു മഹാമനുഷ്യന്റെ ഖബറിന്റെ ചാര് ആളുകൾ, അതാ മുഅ്മിനീങ്ങളായ ആളുകൾ സിയാറത്ത് ചെയ്തിട്ട് അവിടെ സ്വതന്ത്ര സമര സേനാനികളായി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടയോട്ടം നടത്തിയ മുൻഗാമികളായ ആളുകൾ പോരാട്ടം നടത്തുന്നതിന് മുമ്പ് മമ്പുറത്തെ മഖാം സിയാറത്ത് ചെയ്തിട്ട് ബ്രിട്ടീഷുകാരന്റെ വെള്ളപ്പട്ടാളക്കാരന്റെ നിറതോക്കുകൾക്ക് മുന്നിലേക്ക് പോരാട്ടം നടത്തിയ ഈ ഉമ്മത്തുണ്ടല്ലോ സഹോദരങ്ങളെ, അവർക്ക് ആർജവം കിട്ടിയത് മമ്പുറം തങ്ങളിൽ നിന്നാണ്. അവർക്ക് ആത്മീയമായ ഉയർച്ച കിട്ടിയത് മമ്പുറം തങ്ങളിൽ നിന്നാണ്. ഇന്ന് പരിഷ്കരണവാദികൾ കടന്നു വന്നിട്ട് നമ്മളെ ആത്മീയതയിൽ നിന്ന് അകറ്റാൻ വേണ്ടി, മഹാന്മാരിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഖബർ സിയാറത്ത് പോലും പാടില്ലെന്ന് പറയുകയാണ്. എത്രയോ ആളുകളുണ്ട് മദീനയിൽ പോയാലും റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിന്റെ ചാരത്തേക്ക് പോകാത്ത ആളുകൾ. അതേ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ മദീനയിൽ വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്തില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അങ്ങനെ ആത്മീയതയുടെ നിറകുടങ്ങളായ മഹാന്മാരോട് ബന്ധപ്പെട്ട് മഹാനായ മമ്പുറം തങ്ങൾ എന്ന മലബാറിന്റെ ആ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ മായ്ക്കാൻ കഴിയാത്തൊരധ്യായമായി പ്രോജ്വലിച്ചു നിൽക്കുന്ന മഹാനായ മമ്പുറം തങ്ങളുടെ കാര്യസ്ഥനാരായിരുന്നു? കോന്തുണ്ണി നായർ എന്ന് പറയുന്ന ഹൈന്ദവനായ സഹോദരനായിരുന്നു. മലബാറിന്റെ സുൽത്താനായി ആത്മീയ രാജാവായ മമ്പുറം തങ്ങൾക്ക് അവിടുത്തെ കാര്യസ്ഥനായ ഒരു മുസൽമാനെ കിട്ടിയില്ലയോ? കോന്തുണ്ണി നായർ എന്ന് പറയുന്ന നായർ സമുദായത്തിലെ ഹൈന്ദവനായ സഹോദരനാണ് മമ്പുറം തങ്ങൾ എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ കാര്യസ്ഥനായി നിലകൊണ്ടതെന്നാണ് ഇസ്ലാമിന്റെ ചരിത്രമുള്ളത്. ഇത് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? മതേതരത്വത്തിന്റെ ചരിത്രമാണ്, ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ചരിത്രമാണ്. രക്തമൊഴുക്കാനുള്ള ചരിത്രമല്ല, തമ്മിലടിക്കാനുള്ള ചരിത്രമല്ല, വർഗീയതയുണ്ടാക്കാനുള്ള ചരിത്രമല്ല, വിദ്വേഷമുണ്ടാക്കാനുള്ള ചരിത്രമല്ല എന്ന് പല പുതിയ ആളുകളും പുതിയ ചരിത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. മഹാനായ ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ശത്രുക്കൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ഒരു കൊടുങ്കാറ്റ് പോലെ ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ ആ സൈന്യത്തിന് നേരെ പുലിക്കുട്ടിയെ പോലെ ധീരമായി, ധീരദേശാഭിമാനിയായി ചീറിയെടുത്ത് പടയോട്ടം നടത്തി ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഈ രാജ്യത്തൊരു ഭരണാധികാരി ബ്രിട്ടീഷുകാരോട് നേരിട്ട് പടയോട്ടം നടത്തി കൊല്ലപ്പെട്ടുവെങ്കിൽ അത് ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ അല്ലാതെ മറ്റൊരു ഇന്ത്യയിലെ ഭരണാധികാരിയുമില്ലെന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ ചരിത്രം സൂര്യപ്രകാശം പോലെ വെളിച്ചം വിതറി നിൽക്കുമ്പോൾ ആ ടിപ്പു സുൽത്താൻ രാജ്യദ്രോഹിയാണെന്നും പ്രചരിപ്പിച്ച് പുതിയ ചരിത്രം ഉണ്ടാക്കാൻ മെനക്കെടുന്ന ആളുകൾ. നമ്മളപ്പോ ചരിത്രം പഠിക്കണം, ഈ ഉമ്മത്തെ ചരിത്രം പഠിക്കണം. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പാഠം ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, ആ ചരിത്രങ്ങളൊന്നും ആവർത്തിക്കപ്പെടണം. അപ്പോഴാണ് നമ്മളിവിടെ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്നത്. നമ്മുടെ മുൻഗാമികൾ സൃഷ്ടിച്ച ചരിത്രം നമുക്ക് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, അത് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ് സഹോദരങ്ങളെ. മഹാനായ ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ, നിങ്ങൾക്കറിയുമോ APJ അബ്ദുൽ കലാമിനെ? അബ്ദുൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന അബ്ദുൽ കലാം അമേരിക്കക്കാരന്റെ നാസായുടെ ആസ്ഥാനത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ രാജാവിന്റെ ചിത്രം കൊത്തിവച്ചിരിക്കുകയാണ്. എവിടെ? അമേരിക്കക്കാരന്റെ നാസയുടെ ആസ്ഥാനത്തിൽ നമ്മുടെ ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വാഴ്ത്തപ്പെട്ട
APJ അബ്ദുൽ കലാം എന്ന വലിയ മനുഷ്യൻ അമേരിക്കയുടെ ബഹിരാകാശ ആസ്ഥാന കേന്ദ്രമായ നാസയിൽ ചെന്നപ്പോൾ ഇന്നും അവിടെ ഒരു ഇന്ത്യൻ രാജാവിന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. അബ്ദുൽ കലാം നോക്കിയപ്പോൾ അത് ആരുടെ ചിത്രമാണ്? ടിപ്പു സുൽത്താന്റെ ചിത്രമാണ്. അമേരിക്കക്കാരൻ അറിയാം ടിപ്പു സുൽത്താന്റെ മഹത്വം എന്താണെന്ന്. ആദ്യമായി യുദ്ധത്തിൽ പീരങ്കി ഉപയോഗിച്ച് പടയോട്ടം നടത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ, പിടിച്ചടക്കാനല്ല, ആരെയും പിടിച്ചടക്കാനല്ല, അലക്സാണ്ടർ ആകാൻ ശ്രമിച്ചതല്ല. സഹോദരങ്ങളെ, ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ബ്രിട്ടീഷ് പട്ടാളത്തോട് ഈ ഉമ്മത്തിന്റെ നേതൃത്വമായിരുന്ന ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ തീതുപ്പുന്ന വെടിയുണ്ടകൾക്കെതിരെ, പീരങ്കികൾക്കെതിരെ ആദ്യമായി പീരങ്കി യുദ്ധം നടത്തിയത് ധീരദേശാഭിമാനിയായ ടിപ്പു സുൽത്താൻ എന്ന ഇന്ത്യൻ രാജാവാണെന്ന് ഇന്നും അമേരിക്കയുടെ ബഹിരാകാശ കേന്ദ്രമായ നാസയുടെ ചുമർ ചിത്രങ്ങളിലൊന്ന് ഈ ടിപ്പുവിന്റെ ചിത്രമാണെന്ന് അബുൽ ഫക്കീർ ജൈനുൽ ആബ്ദീൻ അബ്ദുൽ കലാം എന്ന മരണപ്പെട്ടുപോയ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രഥമ മനുഷ്യനായിരുന്ന APJ അബ്ദുൽ കലാം പറയുകയുണ്ടായി. അത്രമേൽ സുവ്യക്തമാണ് ഈ ഉമ്മത്തിന്റെ ഇന്ത്യ രാജ്യത്തെ ചരിത്രം. നമ്മൾ അതും പഠിക്കണില്ല. നമ്മുടെ ഏറ്റവും വലിയ ഫോൾട്ട് എന്താണ്? നമ്മൾ മുത്തുനബിയെ വേണ്ട വിധത്തിൽ പഠിക്കുന്നില്ല. നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണില്ല. താബിഈങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കണില്ല. ഇമാമിങ്ങളെ പറ്റി ഷാഫി അങ്ങനെ പറഞ്ഞോ, ഇമാം അബൂ ഹനീഫ അങ്ങനെ പറഞ്ഞോ, ആ പേര് പറയാൻ ഇവനെന്ത് യോഗ്യത? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേര് രോമത്തിന്റെ പോലും വിലയില്ലാത്ത ധിക്കാരികൾ കടന്നു വന്നിട്ട് ഈ ഉമ്മത്തിന് ശാപമായി ശാഫിഈ ഇമാമിനെ ചോദ്യം ചെയ്യുകയാണ്. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ മുൻഗാമികളായ 40 ലക്ഷം മനപ്പാടമുള്ള പണ്ഡിതനാണ്, 40 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനാണ് ഇമാമുനാ ശാഫിഈ. ആ മഹാന്മാര് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളണോ? അതല്ല പുതിയൊരുത്തൻ വന്നിട്ട് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളണോ? നിങ്ങൾ ആലോചിക്കുക സഹോദരങ്ങളെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്നെഴുന്നേറ്റെന്റെ അടുത്തേക്ക് വരുമോ? അളീമായ പടച്ചവൻ നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ അടുക്കൽ മഖബൂലിയത്തുള്ള നല്ല സുഹൃതമായി സാധുക്കളായ പാപികളായ മോശക്കാരായ തെറ്റുകാരായ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഒന്നെഴുന്നേറ്റെൻ്റെ അടുത്തേക്ക് വാ. അളീമായ പടച്ചവൻ നമ്മുടെ മജ്‌ലിസ് അവന്റെ അടുക്കൽ പൊരുത്തമുള്ള മഖബൂലിയത്തുള്ള നല്ല മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത് റബീഉൽ അവ്വലിന്റെ മജ്‌ലിസാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഖസീദത്തുൽ ബുർദയുടെ ഒരൽപ ഭാഗം ചൊല്ലി ആവേശത്തോടെ ദുആയിരുന്ന് പിരിയണം. അല്ലാഹു കബൂലാക്കട്ടെ. ആ ചെറുപ്പക്കാരെ ഫ്രണ്ടിൽ കിടക്കുന്ന കസേരകളൊക്കെ ഒന്ന് അടുക്കണം. പ്രായമുള്ള ഉപ്പമാരാ കസേരയിൽ തന്നെ ഇരിക്കണം. അകലെ നിൽക്കുന്ന ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും ഈ മജ്‌ലിസിലേക്ക് വരണം. പ്രായമുള്ള ഉപ്പമാർ എഴുന്നേൽക്കണ്ട, അവരാ കസേരയിൽ തന്നെ ഇരുന്നാൽ മതി. അവരിയ്ക്കുന്ന കസേര ആരും എടുക്കണ്ട. ഉസ്താദുമാരും എഴുന്നേറ്റ് വരണമെന്നില്ല. ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്കുക. നമുക്ക് കുറച്ചു നേരം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഖസീദത്തുൽ ബുർദത്തു ഷരീഫ, ആ ഖസീദത്തുൽ ബുർദത്തു ഷരീഫ ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് പിരിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കസേര, ബാക്കി കിടക്കുന്ന കസേര കുറച്ച് അടുക്കിയാലേ നിൽക്കാൻ സൗകര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അകലെ നിൽക്കുന്ന ആളുകളെല്ലാം ഒന്ന് അടുത്തുക. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ. നിങ്ങളെല്ലാവരും ആവേശത്തോടെ ചെല്ലും. എല്ലാവരും ചെല്ലണം, സ്വലാത്ത് ചെല്ലണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നമ്മൾ ധാരാളമായി ചൊല്ലി നമുക്ക് ഖൽബ് പൊട്ടി ദുആ ഇറക്കണം. ഈ മജ്‌ലിസിൽ നിന്ന് ദുആ കഴിയാതെ ആരും പോകരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കലമിട്ടുടയ്ക്കുന്ന പരിപാടിയാണ് ഈ ദുആ കഴിയാതെ പോകുക എന്ന് പറയുന്നത്.
അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും ദുആ കഴിയാതെ ഒരൊറ്റയാളും പോകരുത്. അകലെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ മജ്ലിസിലോട്ട് കടന്നു വരണം. അള്ളാഹു നമുക്ക് ദുആയ്ക്ക് ഇജാബത്തുള്ള സദസ്സായി. നമ്മൾ ഇന്ന് പറഞ്ഞത് മുഴുവനും മുത്തുനബിയുടെ ഉമ്മത്തിനെ പറ്റിയാണ്, അതിൻ്റെ വിവിധ പ്രശ്നങ്ങളെ പറ്റിയാണ്. ഒരുപാട് പറയേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നമുക്ക് എങ്ങും പറഞ്ഞെത്തിക്കാൻ സാധിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് എപ്പോഴെങ്കിലും അവസരമുണ്ടായാൽ നമുക്ക് അള്ളാഹു ഓരോരോ വിഷയങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അകലെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് അടുത്തേക്ക് വരണം. അള്ളാഹു എല്ലാവരെയും കബൂലാക്കട്ടെ. ചെറുപ്പക്കാരെ, ഞാൻ നിൽക്കുന്നത് എൻ്റെ മുത്തുനബിയുടെ മജ്ലിസിലാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വേദിയിലേക്കല്ല നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്, ഹബീബിൻ്റെ മജ്ലിസിലേക്കാണ്. എൻ്റെ മുത്തുനബി, എൻ്റെ മുത്തുനബി, എൻ്റെ പുന്നാര നബി, എൻ്റെ ഹബീബ്, എൻ്റെ ഹബീബ്, എൻ്റെ ഹബീബ് എന്ന വികാരം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറച്ചുണ്ടാകണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മജ്ലിസിൽ നിൽക്കാൻ ഒരു രസമായിരിക്കും, ഒരു ഹരമായിരിക്കും, ഒരു ആഹ്ലാദമായിരിക്കും. ഈ മജ്ലിസിനോട് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു തരത്തിൽ വെറുപ്പോ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ സ്വർഗത്തിൻ്റെ വഴിയിലല്ല, നിങ്ങൾ നരകത്തിൻ്റെ വഴിയിലാണെന്ന്. അള്ളാഹു കാത്തുകാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ആവേശത്തോടെ നിങ്ങളെല്ലാവരും ചെല്ലണം. ഇൻഷാ അള്ളാഹ് ചെല്ലാൻ റെഡിയാണോ? ഇൻഷാ അള്ളാഹ്. കുറച്ചാൾക്കാർ മാത്രം പറയുന്നുണ്ട്, കുറച്ചാൾക്കാർ ഉറക്കം തൂങ്ങി നിൽക്കാണെന്ന് തോന്നുന്നു. ഇൻഷാ അള്ളാഹ്, ഇൻഷാ അള്ളാഹ്. ഇപ്പോഴും പല ആളുകൾ, കുറച്ച് ആൾക്കാരൊക്കെ പറയാണ്ട്. എല്ലാവരും ഒന്ന് ചൊല്ലിയേ, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബല്ലാഹ് طالعൽ ബദ്റു അലൈനാ طالعൽ من ثنيات الوداع واجب شكر علينا ما دعا لله داعي يا رسول الله يا حبيب الله يا رسول الله أنت شمس أنت بدر أنت نور فوق نوري أنت شمس أنت نور فوق نوري أنت إكثير وغالي أنت مصباح صدوري يا رسول الله മുബാരക് യാ റസൂലല്ലാഹ്. മുത്ത് റസൂലേ സല്ലല്ലാഹ്, മുത്ത് റസൂലേ, 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 മുത്ത് റസൂലേ സല്ലല്ലാഹ് സല്ലല്ലാഹ് സലവാത്തുല്ലാഹ് സല്ലല്ലാഹ് സലവാത്തുല്ലാഹ് സല്ലല്ലാഹ് സലവാത്തുല്ലാഹ് സല്ലല്ലാഹ് സലവാത്തുല്ലാഹ്. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ്. പാപികൾ പാടിടുന്നു നബിയേ, പാമര ജനങ്ങൾ നബിയേ, പാപികൾ പാടിടുന്നു നബിയേ, പാമര ജനങ്ങൾ നബിയേ. അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തി റബീഉ ആഘോഷിക്കുന്നു നബിയേ, അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തി റബീഉ ആഘോഷിക്കുന്നു നബിയേ. യാ റസൂലല്ലാഹ് മുബാരക് യാ റസൂലല്ലാഹ്. മുത്ത് റസൂലേ, മുത്ത് റസൂലേ, മുത്ത് ഹബീബേ, മുർത്തദ നൂറേ, മുജ്തബ നൂറേ, മുജ്തബ നൂറേ, മുർത്തദ നബിയേ, മുർത്തദ നബിയേ
സല്ലല്ലാഹു സലവാത്തുല്ലാഹ് സല്ലല്ലാഹു സലവാത്തുല്ലാഹ് സല്ലല്ലാഹു സലവാത്തുല്ലാഹ് സല്ലല്ലാഹു സലവാത്തുല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ദ്വാരക്കാൻ വേണ്ടി പോവാണ് സഹോദരങ്ങളെ. നമ്മൾ ഈ മഹലിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ധാരാളം ചിലവുണ്ട്. ഒരു 4444 റുപ്യ ഞാൻ കൊടുത്തേക്കാം എന്ന് പറയാൻ ആരെങ്കിലും ഈ മജ്ലിസിൽ ഒന്ന് കൈപൊക്കി ഒന്ന് ഉദ്ഘാടനം ചെയ്ത്, ഇന്ന് തരണ്ട, നാളെ തരണ്ട. ഈ മജ്ലിസ് അവസാനിക്കുന്നത് എന്നാണ് അവസാനിക്കുന്നത്? വ്യാഴാഴ്ച ദിവസം കൊടുക്കണം. ആരാണ് ഒരു സഹോദരൻ ഈ മജ്ലിസിൽ നിന്ന് ആവേശത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ കൊടുത്തേക്കാം അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി, അവിടുത്തെ മദ്ഹ് പാടാൻ, അവിടുത്തെ മദ്ഹ് പറയാൻ, അവിടുത്തെ നബിദിനം ആഘോഷിക്കാൻ ഞാൻ കൊടുക്കാമെന്ന് പറയാൻ കഴിയുന്ന ഒരാൾ ഒരു 4444 റുപ്യ. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത് ഉഹദ് മലയോളം സ്വർണമുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും ഞാൻ എൻ്റെ ഹബീബിൻ്റെ മദ്ഹിന് കൊടുക്കുമായിരുന്നു എന്നാണ്. ആ സഹോദരൻ്റെ പേരെന്താ? ഫൈസൽ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അല്ലാഹുവേ, ഫൈസൽ എന്ന സഹോദരനെ പൊറുക്കണം റഹ്മാനെ. ഫൈസൽ എന്ന സഹോദരന് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഫൈസൽ എന്ന സഹോദരന് ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഫൈസൽ എന്ന സഹോദരൻ്റെ ഭാര്യയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഫൈസൽ എന്ന സഹോദരൻ്റെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഫൈസൽ എന്ന സഹോദരൻ്റെ കൽബിലുള്ള സദുദ്ദേശങ്ങൾ സബലമാക്കണേ അല്ലാ. ഫൈസൽ എന്ന സഹോദരനെ ഒരിടത്തും പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഫൈസൽ എന്ന സഹോദരൻ്റെ കൽബിലുള്ള വിഷമങ്ങൾക്ക് മുഴുവനും പൊന്നാര നബി തങ്ങളെ കൊണ്ട് പരിഹാരം നൽകണേ അല്ലാ. ബിഹഖിൻ നബിയ്യ മുഹമ്മദിൻ. ഇനി ഒരാൾ ഞാൻ കൊടുക്കാം, ഫൈസൽ എന്ന സഹോദരനെ പോലെ. എന്താ പേരെന്താ? മഷ്ഹൂർ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അല്ലാഹുവേ, മഷ്ഹൂർ എന്ന സഹോദരനെ പൊറുക്കണം റഹ്മാനെ. മഷ്ഹൂർ എന്ന സഹോദരന് ആഫിയത്ത് നൽകണേ റഹ്മാനെ. മഷ്ഹൂർ എന്ന സഹോദരന് ദീർഘായുസ് നൽകണേ റഹ്മാനെ. മഷ്ഹൂർ എന്ന സഹോദരൻ്റെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ, ഇറങ്ങി പുറപ്പെടലിൽ, കൈവെക്കുന്ന മുഴുവൻ നല്ല കാര്യങ്ങളിലും അനുഗ്രഹം നൽകണേ അല്ലാ. മഷ്ഹൂർ എന്ന സഹോദരനെ നിരാശപ്പെടുത്തല്ല റബ്ബേ. കൽബിലുള്ള ഹലാലായ മുറാദ് മഷ്ഹൂറിൻ്റെത് ഹാസിലാക്കണേ അല്ലാ. ഫൈസലിൻ്റെത് ഹാസിലാക്കണേ അല്ലാ. ബിഹഖിൻ നബിയ്യ മുഹമ്മദിൻ. ഇനി മൂന്നാമതൊരാള് ഒരു 4444 റുപ്യ ഞാൻ കൊടുക്കാമെന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നടത്താനാണ്, അവിടുത്തെ റബീഉൽ അവ്വൽ ആഘോഷിക്കാനാണ്. ഇൻഷാ അല്ലാഹ് ഉമ്മമാരൊക്കെ ധാരാളം വന്നിട്ടുണ്ട് ഈ മജ്ലിസിൽ. ഏതെങ്കിലും ഒരു ഉമ്മ ഒരു 4444 റുപ്യ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയേറെ സന്തോഷം. ഇൻഷാ അല്ലാഹ് സംഘാടകരാരെങ്കിലുമൊക്കെ അങ്ങോട്ട് പോകണം. ഇനി ആരാ തരാ? ഒരു മൂന്നാമതൊരാൾ മഷ്ഹൂർ എന്ന സഹോദരനെ പോലെ ഫൈസൽ എന്ന സഹോദരൻ ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തെ പോലെ മൂന്നാമതൊരാൾ മുഹമ്മദ് സാലിം സാലിഹ്. ഖുലൂ തക്ബീർ. അല്ലാഹുവേ, നിങ്ങളെല്ലാവരും ഒരു സ്വലാത്തിയല്ലേ? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഹാ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സാലിഹ് എന്ന സഹോദരന് ബറക്കത്ത് നൽകണം റഹ്മാനെ. സാലിഹ് എന്ന സഹോദരന് സന്തോഷം നൽകണേ റഹ്മാനെ. സാലിഹ് എന്ന സഹോദരൻ്റെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, അവരുടെ കൽബിലുള്ള മുഴുവൻ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. സാലിഹ് എന്ന സഹോദരനെ ഒരിടത്തും പരാജയപ്പെടുത്തല്ല റബ്ബേ.